ഹായ് ഹലോ നമസ്കാരം. നമ്മൾ പെറ്റമ്മ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പല ഡെഫിനേഷനും ഓർമ്മ വരും. നമ്മൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് കാലങ്ങളോളം അങ്ങനെ അല്ലാത്തവരും ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അത് അവരുടെ കർമ്മമാണ്, അതവർ ചെയ്യേണ്ടതാണെന്നൊക്കെ ഉള്ള രീതിയിൽ മാത്രം കാണുന്ന ഒരു തലമുറയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. പക്ഷെ അവിടെയൊക്കെ വ്യത്യസ്തമായി. നിങ്ങൾക്കറിയാം, ബെറ്റർ കോൾ വക്കീൽ നമ്മൾ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇവരെ അധികം ആരും പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇൻസ്റ്റയിൽ ഇവരൊക്കെ ഒരുപാട് പേര് ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാര്യം ഒരുപാട് നല്ല നല്ല നിയമോപദേശങ്ങളും മറ്റുമൊക്കെ തരുന്നതാണ് നമ്മുടെ അഡ്വക്കേറ്റ് ഗായത്രി. അപ്പൊ അഡ്വക്കേറ്റ് ഗായത്രിയും അവരുടെ സഹോദരനും കൂടെ ചേർന്ന് ആ അമ്മയുടെ വിവാഹം നടത്തി കൊടുത്തു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് മാത്രമേ മനസ്സുള്ളൂ, ശരീരമുള്ളൂ, അല്ലെങ്കിൽ ഇമോഷൻസ് ഉള്ളൂ എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ അങ്ങനൊന്നും അല്ല. നമ്മളെ വളർത്തുന്ന അമ്മയ്ക്ക് ഇമോഷൻ ഉണ്ട്. അവരുടെ ഒരു ഇമ്പോർട്ടന്റ് ഇമോഷൻ നമ്മളാണ്. അവരും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഒരു പ്രായം കഴിഞ്ഞ ഒരു ഹഗ്ഗിന് പോലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു പാർട്ട്ണർ ആവശ്യമാണ്, അമ്മയായാലും ആരായാലും. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് 1.5-2 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഇപ്പം ഞാനും ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്നൊക്കെ. പക്ഷെ ഒരു വിധത്തിലും സമ്മതിക്കില്ല. പിന്നെ നമ്മുടെ ചുറ്റുപാടും മണിപ്പവറും അതൊക്കെ വെച്ച് അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നിരുന്നാൽ പോലും ഈ മകളിത് ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി. ഈ മകനും കൂടെ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ എന്തായാലും ആ അമ്മയുടെ ആ വിവാഹം അത് നമുക്കും കാണാം, നമുക്കും അതിനകത്ത് ആശംസകൾ അറിയിക്കാം. എന്തു പറയുന്നു? 2024 എന്ന് പറയുന്ന വർഷം ഒരുപാട് പ്രിയപ്പെട്ട ഒരു വർഷമായിരുന്നു. കാരണം ഞങ്ങളുടെ അമ്മയുടെ കല്യാണം, അതെ, ഞാനും എൻ്റെ അനിയനും കൂടി മുൻകൈ എടുത്ത് ഞങ്ങളുടെ അമ്മയുടെ കല്യാണം നടത്തി. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് അമ്മ ഒരു സിംഗിൾ പേരൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയുടെ ലൈഫ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരാളാണ്. അമ്മയ്ക്കൊരു കൂട്ട് വേണം, അമ്മ ഇനിയാണെങ്കിലും അമ്മ ഒറ്റയ്ക്കാകാൻ പാടില്ല, അല്ലെങ്കിൽ അമ്മയെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ണർ അമ്മയ്ക്ക് വേണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും വളരെ വളരെ നിർബന്ധിച്ചെന്നോ അല്ലെങ്കിൽ മുൻകൈ എടുത്തെന്നോ ഇങ്ങനൊരു കല്യാണം നടത്തിയത്. അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എത്ര പേർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ജീവിച്ചു പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രഗിൾസ് എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ സിംഗിൾ പേരൻസിൻ്റെ മക്കൾക്ക് എന്താണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും മനസ്സിലാകും. എല്ലാവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അമ്മയെ മനസ്സിലാക്കുന്ന മക്കൾക്കറിയാം അവർ എത്രമാത്രം ഇമോഷൻസ് മാറ്റിവെച്ചാണ് നമുക്കൊപ്പം നിൽക്കുന്നതെന്ന്. നമുക്ക് വേണ്ടി അവർ ജീവിക്കുന്നു, നമുക്ക് വേണ്ടി പലതും ചെയ്യുന്നു. അവരവരുടെ ജീവിതം തന്നെ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അത് അവരുടെ വലിയൊരു ഇമോഷൻ എന്ന് മാത്രമല്ല, അവരവരെ ഒരു കടമയായിട്ട് മാത്രം കാണുന്നു. പക്ഷെ വിദേശ രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ അല്ല കേട്ടോ. എൻ്റെ സിസ്റ്റമേ വേറെയാണ്. ഒരു സമയം കഴിഞ്ഞ കുട്ടികളെ അവരെ പറക്കാൻ വിടും. അവരുടെ ഒരു ഇതാണെന്ന് അവർക്കൊരു വിചാരമില്ല. അങ്ങനെ വിചാരമില്ല എന്നല്ല, അവര് സ്വന്തമായിട്ട് പോയിട്ട് എല്ലാം നേടി വരണമെന്ന് അവർക്ക് ചിറകുകൾ കൊടുത്തവരങ്ങ് വിടും. ഇവിടെ പലരും ഈ പറയുന്ന ജാതിയും മതമൊക്കെ കെട്ടിപ്പിടിച്ച് മക്കളെ ഞാൻ പറയുന്ന വഴിയെ പോവാവൂ എന്നുള്ള രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ട്. ഇച്ചിക്കൂടെ കടപ്പാടും ഒക്കെ. പിന്നെ ഇവിടുത്തെ പൊതുസമൂഹവും മക്കൾക്ക് വേണ്ടി അമ്മ ജീവിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. തീർച്ചയായും മക്കൾക്ക് വേണ്ടി അമ്മ ജീവിക്കുമ്പോൾ ഉറപ്പായിട്ടും അമ്മയ്ക്ക് വേണ്ടി മക്കളും ജീവിക്കണം. അതിന് ഗായത്രി വക്കീലും അനിയൻ ചെറുക്കൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവരുടെ ഇത് കാണുമ്പോൾ ഈ അനിയൻ പയ്യൻ്റെ പേര് ഞാൻ കാണാറില്ല. ഇവർക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ അവർ ഭയങ്കരമായിട്ടൊരു മാതൃകയായിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതിനെ സദാചാര കണ്ണോടെ കാണുന്ന ചിലരൊക്കെ സ്റ്റോറിക്ക് ഈ പ്രൈമറി വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയെ മനസ്സിലാക്കുന്നവർ
അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇത് വേണമെന്ന് മനസ്സിലാക്കുന്ന അത് സ്നേഹമുള്ള മക്കളുടെ കടമയാണ്. അവർക്കും ജീവിതമുണ്ട്, അവർക്ക് മുന്നോട്ട് ജീവിക്കാനുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും അവസാനം അമ്മമാരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കാട്ടിലും മേട്ടിലൊക്കെ കൊണ്ട് കളയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവരൊരു വലിയ മാതൃകയാണ്. ഇവരെ കണ്ട് ഒരുപാട് പേർക്ക് പഠിക്കാനുണ്ട്. ഇപ്പം ഒരുപാട് പ്രൊഫസറായ യൂട്യൂബേഴ്സ് തന്നെ ഉണ്ട്, അമ്മ എനിക്ക് വേണ്ടി ജീവിച്ചു എന്നൊക്കെ ഭയങ്കര അഭിമാനത്തോടെ. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇവർക്ക് ആർക്കും മറുപടിയില്ല. അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ കുറെ സമ്പാദിച്ചോ, പേരെടുത്തതോ, അതൊക്കെ ഒരു പ്രൗഡാണ്. പക്ഷെ അവർക്ക് വേണ്ടി നമുക്ക് പ്രൗഡ് പല മൂവ്മെന്റും കാണും. പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ആലോചിക്കാൻ നേരത്ത്, അവസാന നിമിഷം ആലോചിക്കാൻ നേരത്ത് ശരിക്കും നമ്മളൊക്കെ വല്ലതും ചെയ്യുന്നുണ്ടോ? പക്ഷെ ഈ മകള് ചെയ്തു, അവരുടെ ഇമോഷൻ കണ്ടു. അല്ലെങ്കിൽ അവർക്ക് എന്താ വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നാളെ പോയാലും എൻ്റെ അമ്മ തനിച്ചാകരുത് എന്നുള്ളൊരു കൺസെപ്റ്റ്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ ഭൂരിഭാഗം പേര് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വത്തും കാര്യങ്ങളും ഒക്കെ നമ്മൾ പിടിച്ചു കുറച്ച് വാങ്ങി വെച്ച് അവരെ അവസാനം ഏതെങ്കിലും അനാഥാലയത്തിൽ തള്ളിക്കളയുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കൂടുതലും കണ്ടുവരുന്നത്. അല്ലെങ്കിൽ നാളെ അവരെ വായി വരുന്നതൊക്കെ പറഞ്ഞ് ഈ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമൊക്കെ കഴിയുമ്പം കുഞ്ഞുങ്ങളെ പോലാണ്. അവർക്ക് വാശികളുണ്ട്, കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ്, ഭയങ്കര വാശിയും കുസൃതിയൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഒരു 50-55 വയസ്സൊക്കെ കഴിഞ്ഞ അമ്മമാരുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ അത് ഒരു ചൈൽഡ്ഹുഡിലേക്ക് ഇറങ്ങി മാറുകയാണ്. അപ്പൊ ആ ഒരു ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതാവണം. എന്താ പറയുന്നത്, അവർക്ക് പ്രായം കൂടുകയല്ല ചെയ്യുന്നത്, അവർ പ്രായം കുറയുന്ന കണക്കാണ്. ഭയങ്കര വാശിയാണ്, പല കാര്യങ്ങളും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം പൊതുവെ ഈ ഇന്നത്തെ പിള്ളേര് അവരെ വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിലും വലിയ വാശിയും കുസൃതിയും അവരുടെ മടിയിലിരുന്ന് തൂറിയും പെടുത്തുമൊക്കെയാണ് നീ ഇവിടെ വരെ എത്തിയെന്ന് നീ ചിന്തിക്കുന്നില്ല. നീ എന്ന് പറയുന്ന നിങ്ങളെയല്ല, ഇങ്ങനെ ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞ, ഈ അനാഥാലയത്തിലൊക്കെ തള്ളി കളയുന്നവരുടെ കാര്യം പറഞ്ഞാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഗായത്രി വക്കീൽ ചെയ്ത വലിയൊരു കാര്യമല്ലേ. നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. ഒരുപാട് നല്ല നല്ല ഗായത്രി വക്കീലിന്റെ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. ഞാൻ എപ്പോഴും ഇവരെ പറ്റി വീഡിയോ ചെയ്യാറുണ്ട്. വലിയ റീച്ചൊന്നും നമുക്ക് ഈ വീഡിയോക്ക് കിട്ടാറുമില്ല. സോ എനിക്ക് ഭയങ്കര ഈ പറയുമാതിരി നമ്മള് നിങ്ങളിങ്ങനെയൊക്കെയാന്ന് പറയുന്ന ദീപ്തി ടീച്ചറിനെ കാണുമാതിരി തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ ഗായത്രി വക്കീലായാലും. അതേപോലെ തന്നെ സൗമ്യ സരിൻ എന്ന് പറയുന്ന ആ ഒരു ഡോക്ടറുണ്ട്. നമുക്കറിയാം ഈ പറയുമാതിരി ഇപ്പം കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് ഈ ഇലക്ഷൻ സമയത്ത് ചാടി അദ്ദേഹത്തിന്റെ വൈഫാണ്. പക്ഷെ അദ്ദേഹത്തെ വെച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവം കച്ചറ, അതൊന്നും അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. ഈ എടുത്തുചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതും കാലുമാറ്റമൊന്നും അത്ര നല്ല അന്തസ്സായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അതും ഇതിനു വേണ്ടി. പക്ഷെ അദ്ദേഹത്തിന്റെ വൈഫ് അവരൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ള നല്ല ക്യാരക്ടറുള്ള മനുഷ്യരാണ്. അതേ കണക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ക്യാരക്ടറുള്ളൊരു വുമണാണ് നമ്മുടെ ഗായത്രി വക്കീൽ. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിടണം കേട്ടോ. തൻ്റെ അമ്മയ്ക്ക് ഇതേ കണക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി അവർ നിർബന്ധിച്ച് നല്ലൊരു ഭർത്താവിനെ കണ്ടെത്തി അവർ തമ്മിൽ സംസാരിച്ച് സെറ്റായി അവര് സന്തോഷത്തോടെ ജീവിക്കുന്ന ആ ഒരു ഇതൊക്കെ. സോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.